ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സിനി സന്തോഷ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്ന കാര്യം, നമ്മൾ എന്തെങ്കിലും തുടങ്ങുമ്പോൾ അതിനെ എതിർത്ത് പറയാനായിട്ട് ഒത്തിരി പേർ കാണും, എതിർപ്പ് പ്രകടിപ്പിക്കാനായിട്ട് ഒത്തിരി പേർ കാണും. അപ്പോൾ നമ്മളതൊന്നും വകവയ്ക്കരുത്. കാരണം നമ്മൾ എന്ത് സംരംഭം തുടങ്ങിയാലും അതിനെ പിന്തിരിപ്പിക്കാനായിട്ട് ഒത്തിരി ആളുകളുണ്ടാവും. ഇപ്പം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും ഒരു കട തുടങ്ങിയാലും ആദ്യം എതിർപ്പുകൾ പറയാനായിട്ട് ഒത്തിരി പേരുണ്ടാവും. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ പറയും, ഇവളെന്ത് കോപ്രായങ്ങളായി കാണിക്കുന്നത്, ഇവൾക്ക് വേറെ ഒരു ജോലിയില്ലേ, എന്തിനാ ഇവളിങ്ങനെ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്, അയ്യേ എന്താ ഇത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേർക്ക് പല പല അഭിപ്രായങ്ങളായിരിക്കും. പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. പല മൈൻഡുള്ളവരാണ് പല ആൾക്കാർ. അപ്പോൾ ഒരു മൈൻഡുള്ളവരായിരിക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്തിരിപ്പിക്കാൻ ഒത്തിരി പേരുണ്ടാവും. നമ്മൾ അവരുടെ ഒന്നും ഒരു വാക്ക് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അത് മോശം കാര്യങ്ങളല്ല, നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ കേൾക്കണമെന്നില്ല. നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക. ഇപ്പം ഞാൻ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് എതിർപ്പുകൾ എനിക്കുണ്ട്. എൻ്റെ ബന്ധുക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ, പിന്നെ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ സംസാരങ്ങൾ, എന്ത് കോപ്രായങ്ങളാണ് കാണിക്കുന്നത്, അതാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് ഓരോരോ അഭിപ്രായങ്ങൾ. അതവർ പറഞ്ഞോട്ടെ, അവരുടെ ഇഷ്ടം. നമ്മളതൊന്നും കേൾക്കരുത്. അപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ യൂട്യൂബർമാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് സബ്സ്ക്രൈബർ ആയവർക്ക് ഇതൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം അവരെല്ലാം ഹൈ ലെവലായവരാണ്. നമ്മളെപ്പോലെ കുറച്ച് പക്ഷേ നമ്മൾ ആ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ, അവരെ നമ്മൾ എത്ര നമിച്ചാലും മതിയാവത്തില്ല. കാരണം അവർക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ അവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എനിക്ക് എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയുണ്ട്. കാരണം അതുപോലെ തന്നെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. കാരണം ഇത് ഒരു ചെറിയൊരു ഫോണിലാണ് നമ്മളെ പോലുള്ളവർ വീഡിയോ എടുക്കുകയും അത് യൂട്യൂബിൽ ഇടുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യണം. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും എല്ലാവരും. കാരണം വേറൊരു സെറ്റിങ്സും കാര്യങ്ങളും ഒന്നും ഇതിനകത്തില്ല. വേറെ ഒരു ഫോണിൻ്റെ ഇതിലാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് എല്ലാവരും നമ്മൾ മറ്റുള്ളവർ പറയുന്ന ഒന്നും കേൾക്കാൻ പാടില്ല കേട്ടോ. നല്ല കാര്യങ്ങൾ കേൾക്കണം. നല്ല കാര്യങ്ങൾ കേൾക്കരുത് എന്നല്ല, നല്ല കാര്യങ്ങൾ കേൾക്കണം. നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ അത് നമ്മൾ ഉൾക്കൊള്ളണം. അങ്ങനെ ചെയ്യരുത്, അത് ഇങ്ങനെ ചെയ്താൽ നന്നാകും എന്ന് പറയുമ്പോൾ അത് നമ്മൾ കേൾക്കണം. പക്ഷേ നീ എന്തായി കാണിച്ച് കൂട്ടുന്നത്, കൊള്ളത്തില്ല, നീ ഇത് എടുത്ത് കളഞ്ഞിട്ട് പോടി എന്നൊക്കെ പറയുന്നവരോട് നമ്മൾ പറയണം, ശരി നമ്മൾ നോക്കാം എന്ന് പറയുക. അപ്പം ഒരുപാട് അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, കമൻറ്റ് ചെയ്യണം. പിന്നെന്താ, ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉയർന്നു വരാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മളും ഒന്ന് ഉയർന്നു വരട്ടെ. നമ്മൾ ഉയർന്നു വന്നാൽ നിങ്ങളെയൊന്നും മറക്കാൻ പോണില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ഒത്തിരി പേരുണ്ട് ഒരു ഫോണിൻ്റെ ഇതിൽ മാത്രം വീഡിയോ എടുത്ത് ചെയ്ത് ഇടുന്നവർ. അപ്പോൾ അവരെ കൂടെ പരിഗണിക്കണം. ആ കൂട്ടത്തിൽ എഡിറ്റും കാര്യങ്ങളും വേറെ ഒന്നുമില്ല. നമ്മൾ വീഡിയോ എടുത്തിട്ട് അതുപോലെ യൂട്യൂബിൽ ഇടുന്നത്. നമുക്ക് അതിനുള്ള ഓരോ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ കൂടെ ഒന്ന് വിജയിപ്പിച്ച് കൊണ്ടുവരിക. പിന്നെ വേറെന്താ പറയാ. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന, ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ
അപ്പോൾ എല്ലാവരും തുടർന്ന് ഈ സപ്പോർട്ട് സ്നേഹം എല്ലാവരും നിങ്ങൾ എനിക്ക് തരണം കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ വീഡിയോ പിടിച്ചു വെച്ചിട്ടായിരിക്കും ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്ത് കണ്ടൻറ്റൊന്നും ചിലപ്പം കിട്ടത്തില്ല. അപ്പോൾ കിട്ടുന്ന വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യും, അതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് പോരായ്മകളും കുറവുകളും കുറ്റങ്ങളും എല്ലാം കാണും. അപ്പോൾ എന്ത് കുറ്റവും കുറവുകളും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം. പക്ഷേ വേറെ രീതിയിൽ അർത്ഥത്തിലല്ല ഇത് ചേച്ചി അത് അങ്ങനെ ചെയ്തത് ശരിയായില്ല, ചേച്ചി ഇത് കൂടെ നന്നാക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് ഇടാം കേട്ടോ. അതിനൊന്നും ഞാൻ ഒന്നും പറയത്തില്ല. അപ്പോൾ കമൻറ്റുകളും അഭിപ്രായം എല്ലാം ഒക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരുടെ കാര്യം പറയാനാണ് ഞാൻ വന്നത് സത്യത്തിൽ. അപ്പോൾ നിങ്ങൾ ആരും ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. നമ്മൾ നമുക്ക് ഒരു സബ്സ്ക്രൈബറേ ഉള്ളെങ്കിൽ ഒരു സബ്സ്ക്രൈബർ മതി. നമ്മൾ തുടർന്നുകൊണ്ട് പോവുക. ഈ ചാനൽ ഉപേക്ഷിച്ചിട്ട് പോവുകയേ ചെയ്യരുത്. തുടർന്ന് അങ്ങ് പോവുക. നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ചെയ്യട്ടെ എന്ന് വിചാരിക്കുക. അയ്യോ എനിക്ക് ഒരു സബ്സ്ക്രൈബറേ ഉള്ളൂ, ഈ ചാനൽ എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ കളഞ്ഞിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. തുടർന്നും ആ ചാനൽ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. കളഞ്ഞിട്ട് പോയാൽ പിന്നെ അത് അവിടെ കൊണ്ട് തീരുകയല്ലേ ചെയ്യുന്നത്. അപ്പം മുന്നോട്ട് കൊണ്ടുപോവുക. ചിലപ്പോൾ എന്നെങ്കിലും ഒരിക്കൽ ഒരു വിജയം ഉണ്ടാവില്ലേ. അപ്പോൾ ആ വിജയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. അപ്പോൾ ശരി, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.